വിശുദ്ധ മക്കയുടെ മണൽക്കാടുകളിൽ നിന്ന് മദീനയുടെ പച്ചപ്പിലേക്ക് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഹിജ്റ പോയപ്പോൾ ആ യാത്രയിൽ പങ്കുചേരാൻ കഴിയാതെ പോയ ചില ഹൃദയങ്ങളുണ്ടായിരുന്നു. വാർദ്ധക്യം കൊണ്ടോ രോഗം കൊണ്ടോ അവശത അനുഭവിച്ച ആ വിശുദ്ധ ആത്മാവിൽ ഒരാളായിരുന്നു ദംറ ബിൻ ജുൻബ് റളിയല്ലാഹു അൻഹു. മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലാരുത്തിൽ ഏകനായി മുശ്രിക്കീങ്ങളുടെ ഇടയിൽ കഴിയേണ്ടി വന്ന ആ വയോധികന്റെ മനസ്സ് വേദന കൊണ്ട് നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പ്രവാചകനിൽ നിന്നും വിശ്വാസികളിൽ നിന്നും അകന്ന് മക്കയിൽ കഴിയുന്ന ഓരോ നിമിഷവും അദ്ദേഹം സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും അടങ്ങാത്ത പ്രണയം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ ഉത്തേജിപ്പിച്ചു. തൻ്റെ വാർദ്ധക്യത്തെയും അവശതയും അദ്ദേഹം മറന്നു. ഉള്ളിലെ വിശ്വാസത്തിൻ്റെ അഗ്നി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്തു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മദീനയിലെത്തി പ്രവാചകന്റെ കൂടെ ജീവിക്കണമെന്ന ഒറ്റ ചിന്ത മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തൻ്റെ രോഗത്തെയും പ്രായത്തെയും വെല്ലുവിളിച്ച് ദംറ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് യാത്ര തുടങ്ങി. ആ മരുഭൂമിയിലെ ഓരോ ചുവടുവെപ്പിലും ശരീരം തളർന്നു വീഴുകയാണ്. അവിടുത്തെ കഠിനമായ ചൂട് അദ്ദേഹത്തിൻ്റെ അവശത വർദ്ധിപ്പിച്ചു. യാത്രയുടെ ഓരോ നിമിഷവും വേദന നിറഞ്ഞതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹൃദയം ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിന്നു. ഏറെ ദൂരം കഴിഞ്ഞപ്പോൾ രോഗം കൂടുകയുണ്ടായി. അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതായി. കണ്ണുകളിലേക്ക് ഇരുട്ട് കയറിയ ആ നിമിഷം താൻ പ്രവാചകന്റെ അടുക്കൽ എത്താതെ വഴിമധ്യേ മരണപ്പെടുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ദംറ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിടഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹം, അവിടുത്തെ തിരു കൈകൾ പിടിച്ച് ബൈഅത്ത് ചെയ്യാനുള്ള തീവ്രമായ മോഹം എല്ലാം ഒരു സ്വപ്നമായി അവസാനിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നു. ആ നിമിഷം ആ വന്യനായ സഹാബിക്ക് ഒരു കാര്യം മനസ്സിലായി. കർമ്മങ്ങൾ അതിൻ്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിലല്ല, മറിച്ച് ആത്മാർത്ഥമായ നീയത്തോടുകൂടി ആ വഴിയിൽ സഞ്ചരിക്കുന്നതിലാണ് കാര്യം. തൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് അദ്ദേഹം ആ സത്യം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം തൻ്റെ ഒരു കൈ കൊണ്ട് മറ്റേ കൈയിൽ ശക്തിയായി തട്ടിയിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇതെൻ്റെ നിന്നോടുള്ള ബൈഅത്ത് പ്രതിജ്ഞയാകുന്നു. എന്നിട്ട് അടുത്ത കൈ മേലെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിന്റെ ദൂതനോടുള്ള ബൈഅത്ത് പ്രതിജ്ഞയാകുന്നു. തൻ്റെ അവസാന ശ്വാസം അള്ളാഹുവിനും അവൻ്റെ റസൂലിനുമുള്ള സമർപ്പണമാണെന്ന് ആ വയോധികൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ആ നിമിഷം തന്നെ അദ്ദേഹം ആ മരുഭൂമിയിൽ മലർന്നു കിടന്നു വീണു. ആത്മാവ് പ്രപഞ്ചനാഥനിലേക്ക് യാത്രയായി. ദംറ റളിയല്ലാഹു അൻഹുവിന്റെ ഈ മഹാത്മ്യം ഭൂമിയിൽ നടന്ന വെറും ഒരു സംഭവമായിരുന്നില്ല. ആകാശത്ത് അതിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് വഹി സ്വീകരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദംറത്തിന്റെ സംഭവങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. ദംറ റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാർത്ഥതയും പ്രണയവും അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ സൂറത്തു നിസായിലെ 100-ാം വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ സംഭവം. ആരെങ്കിലും അള്ളാഹുവിലേക്കും അവൻ്റെ ദൂതനിലേക്കും ഹിജ്റ പോകാൻ ഉദ്ദേശിച്ച് വീട് വിട്ടിറങ്ങുകയും എന്നിട്ട് അവനെ മരണം പിടിപെടുകയും ചെയ്യുന്ന പക്ഷം അതിൻ്റെ പ്രതിഫലം അള്ളാഹുവിലെങ്കിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഈ ആയത്ത് അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്ഭുതപ്പെട്ടു. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ സഹാബികളെ വിളിച്ചുകൂട്ടി ദംറയ്ക്ക് സംഭവിച്ചതെല്ലാം അവരെ അറിയിച്ചു. തുടർന്ന് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. പ്രവാചക വചനങ്ങളുടെ ശേഖരങ്ങളായ മിക്കവാറും ഹദീസ് ഗ്രന്ഥങ്ങളുടെ ആമുഖമായി കണക്കാക്കപ്പെടുന്ന ഒരു ഹദീസാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. തീർച്ചയായും കർമ്മങ്ങൾ നിയത്തുകൾക്കനുസരിച്ചാണ്. ഈ ഒരൊറ്റ സംഭവം ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായ നിയ്യത്തിൻ്റെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് പഠിപ്പിക്കുന്നു. ദംറ റളിയല്ലാഹു അൻഹുവിൻ്റെ യാത്ര ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ നിയ്യത്ത് അള്ളാഹുവിൽ സ്വീകരിക്കപ്പെട്ടു. ആത്മാർത്ഥമായ നിയ്യത്ത് അത് എത്ര ചെറിയ കർമ്മത്തിലായാലും അതിന് വലിയ പ്രതിഫലം ലഭിക്കുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ദംറ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്നാമത്തേത്, കർമ്മമല്ല നിയ്യത്താണ് പ്രാധാന്യം. ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം ആത്മാർത്ഥതയോടെ കർമ്മം ചെയ്യുക എന്നതാണ്. നമ്മൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഉദ്ദേശം ശരിയായില്ലെങ്കിൽ അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു വിലയും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ, ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള വഴിയും പ്രാധാന്യമാണ്.
ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയോ ഇല്ലയോ എന്നതിലുപരി ആ ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായി സഞ്ചരിച്ചു എന്നതാണ് പ്രാധാന്യം. വിജയമോ പരാജയമോ അല്ല, ആത്മാർത്ഥമായ പരിശ്രമമാണ് അള്ളാഹു നോക്കുന്നത്. ചുരുക്കത്തിൽ ഓരോ ചരിത്രങ്ങളും ഓരോ ഉണർത്തലുകളാണ്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.